ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ആളുകളെയും ഇതുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി. എന്താണ് യഥാർത്ഥത്തിൽ ഈ അസിഡിറ്റി? അസിഡിറ്റി എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഒരു അനവസരത്തിലും അമിതവുമായിട്ടുണ്ടാകുന്ന നമ്മുടെ ദഹനരസം, അതായത് ഗ്യാസ്ട്രിക് ജ്യൂസ് വയറ്റിൽ വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് യഥാർത്ഥത്തിൽ പൊതുവെ ഒരു അസിഡിറ്റി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇതൊരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അസിഡിറ്റി വരുന്നത് മൂലം ഉണ്ടാകുന്നത്? അസിഡിറ്റി വരുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ, ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂഡിനൽ അൾസർ, ഇത് രണ്ടും ചേർത്ത് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നു. ഇതേ അൾസറേഷൻ തന്നെ ചിലപ്പോൾ താഴോട്ടും വ്യാപിക്കാം. പിന്നെ ഈ അൾസർ ചികിത്സിക്കാതെ കുറേ നാൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് ക്യാൻസറിലേക്ക് പോകാനും മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാര്യമാവും. എന്തൊക്കെയാണ് നമുക്ക് ഈ അസിഡിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ഇപ്പോൾ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 50% രോഗികളിൽ നമുക്ക് കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്താം. 50% രോഗികളിലാണെങ്കിൽ കാരണം കണ്ടെത്താനും കഴിയില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇന്നത്തെ കാഴ്ചപ്പാടിൽ രോഗത്തിൻ്റെ ഒരു 80%-ലധികവുമായിട്ട് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്, മെയിനായിട്ടുള്ള കാരണം. രണ്ടാമതായിട്ട് നമ്മളുടെ ജീവിതശൈലിയിൽ ഇപ്പോൾ എന്ത് കാര്യത്തിനും അമിതമായിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ അവിടെ നിന്നൊക്കെ മരുന്ന് കഴിക്കുക, പ്രത്യേകിച്ചും ഒരു നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പാരസെറ്റമോൾ, ബ്രൂഫൻ പോലുള്ള ഈ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ, വേദനാസംഹാരികൾ കഴിക്കുക, പിന്നെ മദ്യപാനം, പുകവലി, പിന്നെ മാനസിക സമ്മർദ്ദം, പാരമ്പര്യം, അങ്ങനെ പല കാരണങ്ങൾ ഇതിലുണ്ട്. നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. അതെ, ഞാൻ പറയുന്നതാ വിളിക്കുന്ന കാര്യം. പറഞ്ഞോളൂ. ഭക്ഷണം കഴിക്കുന്നേരം കുടുങ്ങ. എങ്ങനെ? ഭക്ഷണം കഴിക്കുമ്പോൾ കുടുങ്ങി കളിയാ ഈ നെഞ്ചില്. നെഞ്ചിൽ കെട്ടല് പോലെ തോന്നുകയാണോ? കെട്ടി നിൽക്കുക. എന്തുകൊണ്ടാ? അതിൽ നെഞ്ചിൽ കെട്ടുന്നു എന്നുള്ളത് അത് ശരിക്കും പരിശോധിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത്. കാര്യം വെച്ചാൽ ഒരു കാർഡിയോസ്പാസം അല്ലെങ്കിൽ ഒരു അക്കലേഷ്യ കാർഡിയ എന്ന് പറയുന്ന രീതിയിലുള്ള രോഗാവസ്ഥകളുണ്ടോ എന്നുള്ളത് അതൊരു എൻഡോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ അത് പരിശോധിച്ച് നമുക്ക് നോക്കിയിട്ടേ അതിൻ്റെ യഥാർത്ഥ കാരണം പറയാൻ പറ്റുള്ളൂ. അപ്പം എന്ത് വന്നാലും അതൊരു എൻഡോസ്കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ പറഞ്ഞോളൂ. എനിക്ക് വയറ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻഡോസ്കോപ്പി ചെയ്ത സമയത്ത് ചെറിയ അൾസർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു പൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ എനിക്ക് മല ടൈറ്റായിട്ടാ വരുക. അതിപ്പോ രാവിലെ എണീച്ച 1 മണിക്കൂറിനുള്ള ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം പോകണം, 30 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്താ ചെയ്യേണ്ടത് ഇപ്പൊ? ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ മെഡിസിൻ അലോപ്പതി കാണിക്കും. അലോപ്പതി മരുന്ന്, അൾസറിന്റെ മരുന്നാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അൾസറിന് അസിഡിറ്റി എന്ന് പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്ത സമയത്ത് അതിന്റെ മരുന്ന് കുറച്ചു കാലം അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കൃത്യസമയത്ത്, ഇപ്പോൾ ഇന്ന് ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ചു, 1 മണിക്ക് ഭക്ഷണം കഴിച്ചു, 5 മണിക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന രീതിയിൽ നാളെയും ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള സമയം ആദ്യം പാലിക്കണം. അതേപോലെ തന്നെ മദ്യപാനമോ പുകവലിയോ ഉണ്ടെങ്കിൽ അത് മാറ്റുക. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എരിവ്, പുളി, മസാലക്കറികൾ അങ്ങനെയുള്ള ഫുഡുകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് കഴിയുന്നതും വെജിറ്റബിൾ ഫുഡ് കഴിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പഴകിയ ഭക്ഷണങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പഴകിയ ഭക്ഷണങ്ങൾ, ഈ ശുദ്ധമല്ലാത്ത വെള്ളം, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഡോക്ടർ, ഒരു ചോദ്യം ചോദിക്കാം. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ഒന്ന് വിശദീകരിക്കാമോ? രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ നമ്മളൊരു വായുസ്തംഭം അല്ലെങ്കിൽ ഏമ്പക്കം, നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, വയറ്റിൽ വേദന എന്ന് പറയുന്ന പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് സാധാരണ രോഗികൾ പറയാറ്. ഇതിൽ ഒരു കൃത്യമായ വെച്ചാൽ ടിപ്പിക്കലായിട്ട് ഒരു 50% രോഗികളിലെ ലക്ഷണങ്ങൾ കാണുള്ളൂ. 50% രോഗികളിൽ ലക്ഷണം ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ അൾസറിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അൾസർ ഉണ്ടാവണമെന്നുമില്ല. അതേപോലെ ലക്ഷണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അൾസർ ഇല്ലാതിരിക്കണമെന്നുമില്ല. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ മേൽഭാഗത്തായിട്ട് നല്ലൊരു വേദന, അതേപോലെ തന്നെ കത്തുന്ന പോലെ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ചു തകട്ടൽ എന്നൊക്കെ സാധാരണഗതിയിൽ പറയുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ ഇത് വരുന്നത്. പിന്നെ ഈ ലക്ഷണങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളൊരു രോഗികളിലാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ല വേദന കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗികൾ ഭക്ഷണം കഴിക്കാൻ പേടിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേദന വരുമല്ലോ എന്നുള്ള രീതിയിൽ. ആ സ്ഥാനത്ത് ഡിയോഡിനൽ അൾസർ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം വിശന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വേദന വരുന്ന കാരണം അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കും. അതേപോലെ തന്നെ ഡിയോഡിനൽ അൾസറുള്ള രോഗികളൊക്കെ എന്ന് വെച്ചാൽ ഉറങ്ങാൻ കിടന്നാൽ പോലും രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ വയറുവേദന എടുത്ത് എഴുന്നേറ്റ് ഒന്നല്ല ചൂടുവെള്ളം കുടിക്കുക, അതേപോലെ തന്നെ പാൽ കുടിക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ ആണ് സാധാരണഗതിയിൽ രോഗികൾ കാണാറ്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഒരു വയറ്റിനകത്തൊരു വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. അത് മാത്രമല്ല, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. അത് മാത്രമല്ല, എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ ഈ മലം ഭയങ്കരമായ ടൈറ്റ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മലം പോകാനൊക്കെ. അതിനെന്താ ചെയ്യണ്ടേ? ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ കഴിയുന്നതും മലം മുറുകുന്ന രീതിയിലുള്ള, ഇപ്പം മൈദ പോലുള്ള, ഇപ്പോൾ പൊറോട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കും. അതേപോലെ ഇറച്ചി മാംസഭക്ഷണങ്ങൾ, പൊറോട്ട ഒന്നും അങ്ങനെ കഴിക്കാറേ ഇല്ല. അപ്പൊ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം. മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിക്കണം. പിന്നെ അത് ശരിക്കും അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇപ്പം മലബന്ധം ഉണ്ടെങ്കിൽ. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ എനിക്ക് ഒരു 31 വയസ്സേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തെന്നാലും ധാരാളം വെള്ളം കുടിക്കുക. എന്താ ജോലി ചെയ്യുന്നത്? എനിക്ക് ബിസിനസ് ആണല്ലേ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? അത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേക്കും നമ്മൾ. അതേപോലെ തന്നെ കക്കൂസിൽ പോകുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ കൃത്യസമയം നമ്മൾ പാലിച്ചു പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ മാറും. അപ്പം നമ്മളുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഉറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ളത് കൃത്യത, സമയക്ലിപ്തത പാലിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടും ചെയ്യേണ്ടത്. അതൊന്ന് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ശരിയാവും. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെയും ഈ ബുദ്ധിമുട്ട് മാറുന്നതാണ്. അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ടി വരും. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കണതേ. പറഞ്ഞോളൂ. പിന്നെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടർ പറഞ്ഞില്ലേ, അതായത് ഈ അസിഡി ഉണ്ടാകുന്നത് പൈലേരിയ എന്ന് പറഞ്ഞ വൈറസ് കൊണ്ടാണെന്ന്. അല്ലേ, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയാണത്. പൈലോരിയ അത് ഈ നമ്മുടെ ശരീരത്തിൽ പരിപൂർണമായിട്ട് കളയാൻ കഴിയുന്നത്? അത് കൃത്യമായിട്ടും കളയാൻ കഴിയും. അതേപോലെ തന്നെ കൃത്യമായ കാലയളവിൽ മരുന്ന് കഴിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ സാധാരണ ഇതിൽ ഫ്രിഡ്ജിലൊക്കെ വച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ പൈപ്പിലുള്ള വെള്ളം, അതൊക്കെ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ അതിലൂടെയാണ് കാണുന്നത്. അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ ഒരു ബാക്ടീരിയയ്ക്ക് മാത്രമേ ഒരു ആസിഡ് മീഡിയയിൽ പോലും ജീവിക്കാൻ പറ്റുന്നത്. വെച്ചാൽ അത്രയും സ്ട്രോങ് ആണ് ഈ ബാക്ടീരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കൃത്യമായിട്ടും അതേപോലെ തന്നെ ശുദ്ധിയുള്ളതും ചൂടായിട്ടുള്ള ഭക്ഷണം, ചൂടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് കൂടുതൽ താമസിക്കാത്ത ഭക്ഷണം കഴിച്ച്, അതേപോലെ തന്നെ പച്ചവെള്ളം കുടിക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ പച്ചവെള്ളത്തിലൂടെ വെച്ചാൽ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ അത് കാരണം അത് അവോയ്ഡ് ചെയ്യുക. കഴിയും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയാൽ പോലും അത് ബാക്ടീരിയോളജിക്കലി അത് പ്യുവർ വാട്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഉത്തമം.